السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനത്തിന് അള്ളാഹു അമലുകളെ ഷർത്താക്കി. ഒരു അടിമക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനിൽ അമലുകൾ ഉണ്ടാവണം, അവനിൽ അമലുകൾ വേണം, അമലു സ്വാലിഹാത്തുകൾ വേണം. അതാണ് നാളെ ഖിയാമത്ത് നാളിൽ നന്മ തിന്മകൾ അള്ളാഹു തൂക്കുന്ന സമയത്ത് നന്മകൾക്ക് ഘനം കൂടണം. അതാണ് സ്വർഗത്തിൽ ഒരു വ്യക്തി കടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച രീതി. അതാണ് കാരണം നന്മകളെ അളക്കും, തൂക്കും. മീസാൻ അതുണ്ട്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ചിലര് പറഞ്ഞു അതില്ല, അതൊരു സാങ്കല്പികമാണ്. അല്ല, മീസാൻ ഉണ്ട്, മീസാൻ ഉണ്ട്. നന്മയെയും തിന്മയെയും ആ മീസാനിലിട്ട് അള്ളാഹു തൂക്കും. അതിന്റെ കൈഫിയത്ത് എങ്ങനെയോ, പക്ഷെ മീസാൻ ഉണ്ട്. അത് പല രൂപത്തിലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മീസാൻ എങ്ങനെയാണ്? അത് അള്ളാഹു ഒരു രൂപമാക്കി മാറ്റും, നമ്മളെ അമലുകൾ ഒരു രൂപമാക്കി മാറ്റും. എന്നിട്ട് ആ രൂപത്തെ തൂക്കാണ് ചെയ്യുക. എല്ലാ അമലുകളും അതേപോലെ തന്നെ അള്ളാഹു തൂക്കും. ആ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം. എങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു നാളെ ആഖിറത്തിൽ അള്ളാഹു അമലുകളെ തൂക്കും. തുലാസിൽ അള്ളാഹു അമലുകളെ, നന്മകളെയും തിന്മകളെയും അള്ളാഹു തൂക്കും. അതിന്റെ ഘനം കൂടുതൽ ഏതാണെന്ന് നോക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന് സ്വർഗ നരകം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അമലുകളും പ്രധാനമാണ്, ഓരോ അമലുകളും പ്രധാനമാണ്, ഓരോ ദിക്റുകളും പ്രധാനമാണ്, ഒരു പുഞ്ചിരി പ്രധാനമാണ്, ഒരു നല്ല വിചാരം പ്രധാനമാണ്. അല്ലാഹു പറയാ, ആരെങ്കിലും അണുമണി തൂക്കം നന്മയാണ് ചെയ്തത് എങ്കിൽ, ഈ അറബി ഭാഷയിൽ മിസ്കാല ദർറത്ത്, ദർറത്ത് എന്ന പദത്തെ പറ്റി നമ്മൾ വിശദീകരിച്ചു. അങ്ങേയറ്റം, ഏറ്റവും ഏറ്റവും ചെറുത്, ആ അളവിൽ, അല്ലെ നമ്മൾ കടുകുമണി കീറ എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ യറഹു, അവൻ അതവിടെ കാണും, തീർച്ചയാണ്. ഇന്നല്ലാഹ ലാ യുളീഉ അമലൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ അമലുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കൂല. അതൊരു നല്ല വിചാരമാണ്, ഒരു നല്ല വിചാരം, ഒരു പുഞ്ചിരി. ഒരു മുഅ്മിനിനെ നോക്കി പുഞ്ചിരിക്കൽ സദഖയാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയേ, നമ്മുടെ തുലാസിൽ നാളെ ഭാരം തൂങ്ങാൻ ഒരുപക്ഷെ ആ പുഞ്ചിരി കാരണമാവാം. അതുകൊണ്ട് തന്നെ ഒരു നന്മയെയും നിസ്സാരമായി കാണരുത്, ഒരു നന്മയെയും നിസ്സാരമായി കാണുന്ന ആഖിറത്തിൽ തൂക്കപ്പെടാനുള്ളതാണ്. എത്രത്തോളം അത് ഘനം കൂട്ടാൻ നമുക്ക് പറ്റുമോ നമ്മൾ അതിന് പരിശ്രമിക്കേണ്ടവരാണ്.
അപ്പൊ നാളെ ആഖിറത്തിൽ അമലുകൾ ഭാരം തൂങ്ങേണ്ടതുണ്ട്. ആ ഭാരം തൂങ്ങുന്ന അമലാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ, നാളെ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യുമ്പോൾ, ഖിയാമുൽ ലൈൽ രാത്രി കഴിഞ്ഞിട്ട് കാലിന് നീര് വരുന്ന രൂപത്തിൽ നിസ്കരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിക്കും, നബിയെ, താങ്കൾക്ക് കഴിഞ്ഞു പോയ പാപങ്ങൾ മാപ്പാക്കിയതല്ലേ? കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ മാപ്പാക്കിയതല്ലേ? വരാനുള്ളത് മാപ്പാക്കിയതാണ്. നബിക്ക് മുമ്പുള്ളതും വരാനുള്ളതും എല്ലാം അല്ലാഹു മാപ്പ് കൊടുത്തതാണ്. പരിശുദ്ധനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകരെ താങ്കൾ പിന്നെന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള ഒരു അടിമയാവേണ്ട ആയിഷ. അമലുകൾ അവർ ചെയ്തു അല്ലെ? ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞു, ഫഅലു മാ ശിഅ്തും, ബദർ കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തോ അടങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അവർ അമലുകൾ ചെയ്ത് മുന്നേറി. കാരണം സ്വർഗത്തിന്റെ ദറജകൾ അത് അമലിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർഗത്തിന്റെ ദറജകൾ അമലിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ അമലുകളെ ബാത്തിലാക്കി കളയുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമലുകളെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒടുവിൽ നമ്മൾ പറഞ്ഞു, നമ്മളുടെ അമലുകളെ ഇല്ലാതാക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവ്. അമലുകൾ ചെയ്യാൻ എത്ര കണ്ട് ആവേശത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് വരുന്നോ അത്ര കണ്ട് ആ അമലുകളെ വിഫലമാക്കി കളയുന്ന, അതിനെ ഒന്നുമല്ലാതാക്കി കളയുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ ഒരു ജാഗ്രത പാലിക്കൽ അനിവാര്യമാണ്, അല്ലെ? നമ്മൾ അമലുക സ്വാലിഹാത്തുകൾ ചെയ്യുന്നതോടൊപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് വേണം, അല്ലെങ്കിൽ എൻ്റെ ഇതിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ വലിയ ശ്രദ്ധാലുക്കളാവണം. അല്ലെങ്കിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ അമലുകൾ ചെയ്യുന്നു, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, മറുഭാഗത്ത് ആ ചെയ്തു വെച്ച കർമ്മങ്ങളെ നശിപ്പിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന, നാളെ ആഖിറത്തിൽ അത് ഉപകരിക്കാത്ത രൂപത്തിലാക്കി തീർക്കുന്ന കാര്യങ്ങൾ അതും നമ്മൾ ചെയ്യുന്നു. കാര്യമില്ല, അല്ലെ? ഓട്ടയുള്ള പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ആ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു വാക്കും തന്നെ ഒരാളും ഉരുവിടുന്നില്ല, അവന്റെ വായിൽ നിന്ന് ഒരു ലഫ്ളും പുറത്തു വരുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബ് അതീദ് അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന സർവ്വതും റിക്കാർഡാ. നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനെ പഠിപ്പിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ഇരുന്ന് ആലോചിക്കേണ്ട, എന്നിട്ടൊരു തീരുമാനത്തിൽ എത്തേണ്ട വിഷയമാണ്. അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുകയാണ്, കുടുംബത്തിൽ ജീവിക്കുകയാണ്, ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കേണ്ടി വരികയാണ്, ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരികയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലതും ചിന്തിക്കേണ്ടി വരികയാണ്, പലതും സംസാരിക്കേണ്ടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി ജീവിക്കുന്നവർ നാം, ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നാം, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികളെ മാറി നിൽക്കുക എന്നുള്ള പറയുമ്പോൾ അതിൽ പെടരുത്, സ്വർഗത്തിന്റെ ആളുകളിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്ന നാം, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി മുത്തഖീങ്ങളായ ആളുകളെ ആനയിക്കുമ്പോൾ അതിൽ ഉൾപ്പെടണം ഞാൻ എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ ഇരുന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മുടെ നാവ്. അത് ഡേഞ്ചറാണ്. നല്ല നല്ല അമലുകൾ ചെയ്യുന്ന ഒരാൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അമലുകളെ ബാത്തിലാക്കുന്നു. അല്ലാഹു പറഞ്ഞു, നാവിൽ നിന്നും ഉരുവിടുന്ന ഓരോന്നും റിക്കാർഡാണ്. റഖീബ് അതീദ് റിക്കാർഡാണ്. അവർ റിക്കാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മാ യതകല്ലമു ബിശൈഇൻ ഇല്ലാ കതബ അലൈഹി, എന്താണോ സംസാരിക്കുന്നത് അത് എഴുതി വെക്കും. എത്രത്തോളം നമ്മൾ നന്മയോ തിന്മയോ അല്ലാത്ത സാധാ സംസാരം, അതായത് ഒരു നന്മയായിട്ടോ അല്ലെങ്കിൽ ഒരു തിന്മയായിട്ടോ പരിഗണിക്കാത്ത ജായിസായ ഹലാലായ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംസാരങ്ങൾ പോലും രേഖയാണ്, അതും എഴുതും. ഈ ആയത്ത് പ്രകാരം മിൻ ഖൗലിൻ നക്കിറയായിട്ട് പറഞ്ഞതാണ്. അതായത് പ്രത്യേകമായൊരു
വാക്കിനെ എഴുതുമെന്നല്ല, എല്ലാം, വായിൽ നിന്ന് വരുന്നതെല്ലാം. എന്നിട്ട് അതിൽ നിന്നും അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ വെക്കുകയും അതിൽ നിന്ന് മായ്ക്കപ്പെടേണ്ടത് മായ്ക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. എന്നിട്ട് അള്ളാഹു പുറത്തു കൊടുത്തത് അള്ളാഹു അവിടുന്ന് മായ്ക്കും, റിക്കാർഡിൽ ഉണ്ടാവില്ല, അല്ലാത്തത് അവിടെ ബാക്കിയാവും. അതാണ് നാളെ ഖിയാമത്ത് നാൾ നമുക്ക് ലഭിക്കുക. അപ്പൊ എല്ലാം റിക്കാർഡാണ്, എല്ലാം റിക്കാർഡാണ്. റഖീബ് അതീദിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, റഖീബ് സലാസത്ത് ഔജുഹ്. റഖീബ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, അന്നഹുൽ മുത്തബിഉ ലിൽ ഉമൂർ, കാര്യങ്ങളെ പിന്തുടരുന്നവനാണ്. പിന്തുടരും, നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, നമ്മളെ ഫോളോ ചെയ്യും. ഒന്നിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടില്ല. ആ രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ തർത്തീബാക്കിയിട്ടുള്ളത്. നമ്മൾ ആരെന്ത് പറഞ്ഞു, ആരെ കുറിച്ച് എന്ത് ചിന്തിച്ചു, എല്ലാം റിക്കാർഡാണ്, എല്ലാം റിക്കാർഡാണ്. മുത്തബിഉ ലിൽ ഉമൂർ, അവരെന്താണ്, കാര്യങ്ങളെ പിന്തുടരുന്നവനാണ് റഖീബ്. അതേപോലെ തന്നെ അന്നഹുൽ ഹാഫിൾ, പിന്തുടരുക മാത്രമല്ല, ഫോളോ ചെയ്യുക മാത്രമല്ല, അതൊക്കെ ഹിഫ്ൾ ചെയ്യും, അതൊക്കെ റിക്കാർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും, സേവ് ചെയ്ത് വെക്കും. എല്ലാം ഹിഫ്ളാണ്, ഹിഫ്ൾ ചെയ്ത് വെക്കും, സംരക്ഷിച്ചു വെക്കും. ഒന്നും മിസ്സാവൂല, ഒന്നും മിസ്സാവൂല. മൂന്നാമത്തത് അന്നഹു ഷാഹിദ്, സാക്ഷിയാണ്. ഇന്ന കാര്യത്തിന് റഖീബ് സാക്ഷിയാണ്. അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതീദിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്നഹുൽ ഹാദിർ അല്ലദീ ലാ യഗീബ്, ഒരിക്കലും മറയാത്ത, ഗായിബാവൂല, എപ്പോഴും ഹാദിറാൻ, സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഹാദിറായിട്ട് ഉണർന്നിരിക്കുകയാണ്. എപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്ന അവസ്ഥയില്ല. രണ്ടാമത് പറഞ്ഞു അന്നഹു ഷാഹിദ്, സാക്ഷിയുമാണ്. അതീദ് സാക്ഷിയുമാണ്. അപ്പൊ എപ്പോഴും നമ്മളുടെ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്തു വെച്ച 2 പേരാണ് റഖീബ്, അതീദ്. അവർ നിരന്തരം നമ്മളെ ഫോളോ ചെയ്യുന്നു, നിരന്തരം നമ്മളെ കാര്യങ്ങൾ ഓരോന്നും ഒബ്സർവ് ചെയ്ത് എടുക്കുന്നു, അതൊക്കെ റിക്കാർഡാക്കി വെക്കുന്നു. ഒന്നും കുറയില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ എപ്പോഴും നമുക്ക് ഉണ്ടാവണം. എന്ത് മീറ്റിംഗ് കൂടുമ്പോഴും, എന്ത് ചർച്ച ചെയ്യുമ്പോഴും, ആരെക്കുറിച്ച് പറയുമ്പോഴും, എന്തിനെക്കുറിച്ച് പറയുമ്പോഴും വ്യക്തിപരമായിട്ട് നമുക്ക് ആ ബോധം ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഖലാസ്. നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ശീലിക്കേണ്ടതാണ്, നമ്മൾ അത് പരിശ്രമിച്ചുണ്ടാക്കേണ്ട ഒരു സിഫത്താണ്. അല്ലെ, നമുക്കൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സംഗതിയാണ്. എന്തെങ്കിലും സംസാരിക്കാനിരുന്നാൽ അവൾ പല ചർച്ചകൾ വരും, പലരും വരും, അതിൽ ഗീബത്ത് വരും, നമീമത്ത് വരും, അഭിമാനത്തിലെ ക്ഷതം വരുത്തൽ വരും, കുറ്റപ്പെടുത്തൽ വരും, പരിഹസിക്കൽ വരും. അല്ലാഹു അക്ബർ. അല്ലെ, എല്ലാവരും, ആരും അതിൽ നിന്ന് ഒഴിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇദാ അറാദൽ കലാം, എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫഅലൈഹി, അവന്റെ മേൽ അനിവാര്യമാണ്, അൻ യുഫക്കിറ ഖബ്ല കലാമിഹി, ആ സംസാരത്തിന്റെ മുമ്പിൽ അവനൊന്ന് ചിന്തിക്കട്ടെ. ഷാഫിഈ റഹിമഹുല്ലാ പറയാണ്, എന്തെങ്കിലും പറയണം നിങ്ങൾ തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ, അതിനു മുമ്പ്, ആ സംസാരത്തിന് മുമ്പ് അവനൊന്ന് ചിന്തിക്കട്ടെ. ഫൈൻ ലഹറത്തിൽ മസ്ലഹത്തു തകല്ലം, അവന് ആ സംസാരത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ട്, ഒരു മസ്ലഹത്തുണ്ട് എന്ന് അവന് ബോധ്യപ്പെടുകയാണെങ്കിൽ തകല്ലം, അവൻ സംസാരിക്കട്ടെ. എന്തെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ അതിൽ ഖൈറുണ്ട്, ഒരു നന്മയുണ്ട് എന്ന് അവന് തോന്നുകയാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ. വഇൻ ശക്ക, ഇനി അവൻ സംശയിച്ചാൽ, ഇനി അവൻ ആ വിഷയത്തിൽ, അതായത് ഉറപ്പുണ്ടാവണം അത് നന്മയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന മസ്ലഹത്തുണ്ട്, ഒരു ഖൈറുണ്ട് എന്ന് അവൻ ഉറപ്പുണ്ടെങ്കിൽ അവൻ സംസാരിക്കട്ടെ. വഇൻ ശക്ക, ഇനി അവൻ അത് സംശയിച്ചാൽ, ലം യതകല്ലം,
അവൻ സംസാരിക്കരുത്, അവൻ സംസാരിക്കാതിരിക്കട്ടെ. ഹത്താ തദ്ഹർ, അവനിൽ ആ മസ്ലഹത്ത് വരുന്നത് വരെ, അതായത് അത് ഖൈറാണെന്ന് നോക്കി ബോധ്യപ്പെടുന്നത് വരെ അതിനെ കുറിച്ച് മിണ്ടരുത്. ഞാൻ പറയാൻ പോകുന്ന വിഷയം അത് ഖൈറാണ്, അതിൽ മസ്ലഹത്തുണ്ട് എന്ന് അവന് ബോധ്യപ്പെടുന്നത് വരെ അതിനെ കുറിച്ച് അവൻ മിണ്ടരുത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ യദ്മല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, ആരെങ്കിലും രണ്ട് കാലുകൾക്കിടയിലുള്ളതിൻ്റെയും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും സംരക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നാൽ, എനിക്ക് വാക്ക് തരികയാണ് എങ്കിൽ അൽമൻ ലഹുൽ ജന്ന, അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഒന്ന് ഗുഹ്യസ്ഥാനമാണ്, മറ്റൊന്ന് നാവാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൂടുതൽ എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നവന്റെ നാവാണ്, മറ്റൊന്നവന്റെ ലൈംഗിക അവയവമാണ്. അപ്പൊ നാവ് ഒന്നുകിൽ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ്, ഏത് ഹദീസ്, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, സംസാരം എന്നുള്ളത് ഒന്നെങ്കിൽ അത് നന്മയായിരിക്കും, അല്ലെങ്കിൽ അത് തിന്മയായിരിക്കും. ഒന്നെങ്കിൽ അത് നന്മയായിരിക്കും, അല്ലെങ്കിൽ അത് തിന്മയായിരിക്കും. എല്ലാ എങ്കിൽ നന്മയിലേക്കോ തിന്മയിലേക്കോ ചായുന്നതായിരിക്കും. ഒന്നെങ്കിൽ നന്മയാണ്, അത് മുജറദ് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് തിന്മയായിരിക്കും. എല്ലാ എങ്കിൽ അത് ആയിലുൻ ഇലൽ ഖൈർ വ ഇല ശർ, നന്മയിലേക്കോ തിന്മയിലേക്കോ ചായ ഉള്ളതായിരിക്കും. അതിന് സാധ്യത ഉണ്ടാവും, തിന്മയാവാൻ സാധ്യത ഉണ്ടാവും. ആ രൂപത്തിലാണ് അവന്റെ സംസാരം. അസ്ഖലാനി റഹിമഹുല്ലാ പറയാണ്, അതുകൊണ്ട് അവൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ ഏതിലേക്കാണ് ഇതിന്റെ ചായ്വ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ മുശ്തബിഹാത്തുൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമൻ വഖഅ ഫി ശുബ്ഹാതി വഖഅ ഫിൽ ഹറാം. ഹലാലും ഹറാമും വ്യക്തമാക്കപ്പെട്ടതാണ്, എന്നാൽ അതിൻ്റെ ഇടയിൽ ശുബ്ഹത്ത് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വബൈനഹുമാ മുശ്തബിഹാത്ത്, അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്, ശുബ്ഹത്തുള്ള സംഗതികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഈ ശുബ്ഹത്തിൽ പെട്ടാൽ വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിലാണ് പെട്ടത്. അപ്പൊ ഒരു കാര്യം സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഖൈറുണ്ടോ ഷർറുണ്ടോ എന്നതിൽ നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചൽ, ഇതൊരു തിന്മയാവാൻ സാധ്യതയുണ്ട് ഈ സംസാരം എന്നുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. നിനക്ക് സംശയമുള്ള കാര്യം നീ ഒഴിവാക്കുക, സംശയമില്ലാത്തതിനെ നീ പിടിക്കുക. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന അൽ മുസ്ലിം, ചോദിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് നബിയെ? ഇസ്ലാമിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ് നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരുത്തൻ അവന്റെ മുസ്ലിമായ സഹോദരന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുവോ അവനാണ് ഏറ്റവും നല്ല ഇസ്ലാമുള്ളതാണ്. അതായത് ഒരു മുസ്ലിമിനെയും നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഉപദ്രവിക്കാത്ത ഒരുത്തൻ, അവനിൽ നിന്നും എന്ത് കിട്ടുന്നില്ല? ഒരു ഉപദ്രവം, നാവ് കൊണ്ട് ഉപദ്രവമില്ല, കൈ കൊണ്ട് ഉപദ്രവമില്ല. അങ്ങനെയുള്ളവനാണ് നല്ല മുസ്ലിം. നാവ് കൊണ്ടൊന്നും ആരും ഉപദ്രവിക്കുന്നില്ല, കൈ കൊണ്ട് ആരും ഉപദ്രവിക്കുന്നില്ല, അവനെ കൊണ്ട് യാതൊരു ഷർറും ഇല്ല. ആരെ പറ്റി അനാവശ്യം പറയില്ല, അവരെ പറ്റി ഗീബത്ത് പറയില്ല, നമീമത്ത് ഒന്നും പറയാത്ത ഒരാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഫ്ളൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബ് വസദൂഖുൽ ലിസാൻ,
രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് മഹ്മൂമുൽ ഖൽബ്, സഹാബാക്കൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ കാര്യം സ്വദൂഖുൽ ലിസാൻ, സത്യം പറയുന്ന നാവുള്ള വ്യക്തി, സത്യം മാത്രം പറയുള്ളൂ. അവൻ ആ നാവ് കൊണ്ട് ആരെയും ചതിക്കൂല, വഞ്ചിക്കൂല, കളവ് പറയില്ല, പറ്റിക്കൂല. അങ്ങനെയുള്ള നാവുള്ള മനുഷ്യനാണോ അവൻ അഫ്ളലുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ്. മഹ്മൂമുൽ ഖൽബ് എന്താണെന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി അത് മനസ്സിലായിട്ടില്ല, ഈ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖി, അത് പരിശുദ്ധമായ ഒരു ഹൃദയമാണ്, ഒരു ഹൃദയത്തിന്റെ വക്താവാണ്, ശുദ്ധമായ ഹൃദയമുള്ള ഒരാൾ. ലാ ഇസ്മ ഫീഹി, അതിൽ ഒരു പാപക്കറകളില്ല. വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ, ആ ഹൃദയത്തിൽ ആരോട് ദേഷ്യമില്ല, ആരോട് വെറുപ്പില്ല, വിദ്വേഷമില്ല, ഹസദില്ല, അസൂയ ഇല്ല. അങ്ങനെയുള്ള ഹൃദയമുള്ളവർ, ഇവരാണ് നല്ല നാവുള്ള വ്യക്തിയും ഈ രൂപത്തിൽ നല്ല ഹൃദയമുള്ള വ്യക്തി, അവരാണ് അഫ്ളലുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ ഒരു വാക്ക് സംസാരിക്കുന്നു, അവനൊരു വാക്ക് സംസാരിക്കുന്നു, അവൻ ആ വാക്കിനെ വലിയ ഗൗരവത്തിൽ എടുത്തിട്ടേ ഇല്ല, അവൻ ആ വാക്കിനെ വലിയ ഗൗരവത്തിൽ എടുത്തിട്ടേ ഇല്ല, അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ചതാണ്. വലാ യുൽഖി ലഹാ ബാൽ, അവൻ അതിനെ കാര്യമായിട്ട് എടുത്തേ ഇല്ല, ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കായിരുന്നു അത്. ആ വാക്ക് കാരണം അള്ളാഹു അവനെ നരകത്തിലേക്ക് ഇടും. ഒരു വാക്ക്, കലിമ എന്നാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു കലിമ, ആ കലിമ അവൻ സംസാരിക്കുന്നു, പക്ഷെ അവൻ അതിനെക്കുറിച്ച് വലിയ ഗൗരവത്തിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല. നമ്മൾ പറയില്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാണ്ട് ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വാക്ക് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, ആ വാക്ക് കാരണം ആ മനുഷ്യൻ അള്ളാഹു നരകത്തിലേക്ക് ഇടും. എന്നാൽ അതേപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ, ഒരു വാക്കൊരു അടിമ സംസാരിക്കുന്നു, വലാ യുൽഖി ലഹാ ബാൽ, അവൻ ആ വാക്കിനെ വലിയ ഗൗരവത്തിൽ എടുത്തിട്ടേ ഇല്ല, പക്ഷേ ആ വാക്ക് അള്ളാഹ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ പറഞ്ഞ കാര്യം അള്ളാഹ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ വാക്ക് കാരണം അള്ളാഹു ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് ഇടും, ആ ഒരു വാക്ക് കാരണം, കലിമ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സംസാരം അത് വലിയ വിഷയമാണ്. നമ്മൾ റമദാനിന് മുന്നോടിയായിക്കൊണ്ട് അമലുകൾ ചെയ്യാൻ താല്പര്യപ്പെട്ട്, വിശുദ്ധമായ റമദാനാണ് നമുക്ക് വരാനിരിക്കുന്നത്, ഒരുപാട് അമലുകൾ ചെയ്യണം, ഒരുപാട് അമലുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് ഇത്. നാളെ ആഖിറത്തിൽ അള്ളാഹു വലത് കൈയിലും ഇടത് കൈയിലും അള്ളാഹു ഗ്രന്ഥം നൽകുന്ന ഒരു അവസ്ഥയെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അല്ലെ? ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു വലത് കൈയിൽ ഗ്രന്ഥം നൽകും. അവര് പറയും, ഫയഖൂലു ഹാഉം ഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അള്ളാഹു നമ്മളോട് മുൻകൂട്ടി പറയാണ് നാളെ സംഭവിക്കാനിരിക്കുന്ന സംഭവം. വലത് കൈയിൽ ഗ്രന്ഥം നൽകി, ആ ഗ്രന്ഥം നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ മഹ്ശറ മുറ്റത്ത് ഓടി നടക്കും. ഹാഉം ഖ്റഊ കിതാബിയ, നോക്കി എന്റെ കിതാബ്, വായിച്ചോക്ക്, വായിച്ചോക്ക് എന്റെ കിതാബ്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന്, എനിക്ക് കിതാബ് തരുമെന്ന്, ആ കിതാബിലെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇതാ നോക്ക്. സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ ഓടി നടക്കും. ഹാഉം ഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. എന്നിട്ട് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഈ കിതാബ് എനിക്ക് നൽകുമെന്ന് ഈ ഒരു വിചാരണ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ പണിയെടുത്തു. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അല്ലാഹു പറയാണ്, അവൻ തൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിലായിരിക്കും. ഖുതൂഫുഹാ ദാനിയ, ആ സ്വർഗത്തിലെ ചില്ലകൾ അവനിലേക്ക് ചാഞ്ഞു വരും ഫലങ്ങളുമായിട്ട്. ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നീ പരിശ്രമിച്ചതിന് പകരമായിട്ട് നീ ഇന്ന് തിന്ന് കുടിച്ച് അടിച്ച് പൊളിച്ചോ എന്ന് അല്ലാഹു നാളെ ആഖിറത്തിൽ അവനോട് പറയും. എന്നാ മറ്റൊരു വിഭാഗം ആളുകൾ
ഇടത് കൈയിലാണ് അവരുടെ ഗ്രന്ഥം കിട്ടിയത്. فأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا يا ليتني لم أوت كتابيا. ഈ കിതാബ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ എത്ര നന്നായേനെ. ഇങ്ങനത്തെ ഒരു സംഗതിയെ കുറിച്ച് എനിക്ക് അറിയേയില്ല. അങ്ങനെയൊക്കെ ഒന്ന് ശൂന്യതയെ അവൻ ആഗ്രഹിക്കും, ഒന്നുമില്ലാത്തൊരവസ്ഥയെ, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാഗ്രഹിക്കും. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സൂറത്തുൻ നബയിൽ അല്ലാഹു പറഞ്ഞു, കാഫിറുകൾ പറയും യാ ലൈതനി കുൻതു തുറാബ, ഞാൻ മണ്ണായി പോയെങ്കിൽ എത്ര നന്നായേനെ. താങ്ങൂല നാളെ ആഖിറത്തിലുള്ള അവസ്ഥ. മാ അഗ്നാ അന്നി മാലിയ, എനിക്ക് എന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് ഉപകാരപ്പെടാതെ പോയല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരമെല്ലാം തകർന്ന് നശിച്ചു പോയല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. പിടിച്ചു കെട്ടവനെ, പിടിച്ചു കെട്ട്, അങ്ങനെ ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി നരകത്തിലേക്ക് അവനെ വലിച്ചെറിയും. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പറയാണ്, അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. ആഖിറത്തിൽ കിതാബ് നൽകപ്പെടും. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, കിതാബ് അവന്റെ കയ്യിൽ കൊടുക്കും, മനുഷ്യന്റെ കയ്യിൽ കൊടുക്കും. കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ആ കിതാബ് വായിച്ചിട്ട് പറയും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ. അന്താളിക്കും, അന്താളിക്കും, ഇതെന്തൊരു കിതാബാണ്. മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും തന്നെ ഇത് ഒഴിവാക്കിയിട്ടില്ലല്ലോ. വല്ലാത്തൊരു കിതാബ് തന്നെ. അവിടുന്ന് മിണ്ടിയതും പറഞ്ഞതും അങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരാളെ നോക്കിയത് A to Z. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിനെ കുറിച്ച്, അങ്ങനത്തെ ഒരു കിതാബിനെ കുറിച്ച്, അങ്ങനത്തെ ഒരു റെക്കോർഡിനെ കുറിച്ച്, കേവലം ജസ്റ്റ് ഒരു CC ക്യാമറ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. നോക്കിയേ, ആ ക്യാമറ ഇവിടെ ഉണ്ടാവിടെ എത്ര ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ കണ്ടത്. അല്ല, ഒരു കള്ളൻ മോഷ്ടിക്കുന്നത്, അവൻ എങ്ങനെയാണ് അവിടത്തേക്ക് ഇപ്പോൾ നടന്നു പോയത്, എങ്ങനെയാണ് അവിടെ ഇരുന്നത്, അവന്റെ ഓരോ പെരുമാറ്റങ്ങളും വളരെ കൗതുകത്തോടെ നമ്മൾ കാണും. ഒരു കള്ളൻ മോഷ്ടിക്കുന്ന രീതി ആലോചിച്ചൊക്കെ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ അവന്റെ ഇരുട്ടത്തും വെളിച്ചത്തും രാത്രിയും പകലുമായിട്ട് അവൻ ചെയ്ത ഓരോ കാര്യങ്ങളെയും റെക്കോർഡ് ചെയ്ത് അവന്റെ മുമ്പിൽ ഒരു ബുക്കിൽ ഓരോ നിമിഷം രേഖപ്പെടുത്തിയിട്ട് അവനെ വായിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ അവൻ പറയും, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. അല്ലാഹു കൊണ്ടുവരും നാളെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരും ഓരോ ദിവസം അങ്ങോട്ടാകുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതുവരെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നവരാണ്. അതിന് കുറച്ചൊരു അറുതി വരണം, അല്ലെ? വെറുതെ കൂടിയിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുക, അതൊന്നും വിഷയമേ അല്ല. എന്തത് മാറണം, ഞാനില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഞാൻ ആ ചർച്ച ദീനിയായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, ദീനിയായ സംസാരമാണ്, ദീനിയായ ചർച്ചയാണ്. സംഘടനാപരമാവാം, പ്രസ്ഥാനത്തിന്റെ ആളുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ അതേപോലെയുള്ളവരെ കുറിച്ചാവാം, ആരെ കുറിച്ചാവാം. അതൊക്കെ ദീനിയാണ്. ദീനിന്റെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് തെറ്റുകൾ ചെയ്യാന്നുള്ള രീതി ഇപ്പോൾ ട്രെൻഡാണ്. ഇല്ല, ഒരു മുഅ്മിനെ അള്ളാഹു മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ രക്തം പവിത്രമാണ്. അവന്റെ രക്തം, നമുക്ക് ദേഷ്യം ഒരാളോട്, അള്ളാഹു ആ മനുഷ്യനെ ദേഷ്യപ്പെടണമെന്നില്ല. അള്ളാഹ്ക്ക് ഒരു പക്ഷെ അവന്റെ അമലുകൾ പ്രിയങ്കരമാവാം. നമുക്കൊരാൾ ഇഷ്ടമല്ല, എനിക്ക് അയാൾ ഇഷ്ടമായി, അയാളെ പെരുമാറ്റം എനിക്ക് കണ്ടുകൂടാ. അള്ളാഹു അയാളെങ്ങനെ കാണുന്നു നമുക്കറിയില്ല. അള്ളാഹു സ്നേഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ വെറുക്കുന്നതെങ്കിൽ അവസ്ഥ എന്താ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാതാവുന്നത് എങ്കിൽ എന്താണ് അതിന്റെ ഗൗരവം? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മൾ വെറുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, മുവഹ്ഹിദീങ്ങൾ, അവരുടെ ദറജ അത് വലിയ ദറജയാണ്. അത് വലിയത് മുവഹ്ഹിദാണോ, മുഅ്മിനാണോ, മുസ്ലിമാണോ, അത് അള്ളാഹ് കൊടുത്ത ദറജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രൂപത്തിലാണ് മുഅ്മിനീങ്ങളുടെ രക്തത്തെക്കുറിച്ച്, അഭിമാനത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മൾ അമലുകൾ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നന്മകൾ സംസാരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. തിന്മകൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ വിദൂരമാക്കട്ടെ. എല്ലാ ഷർറുകളെ നമ്മളിൽ നിന്നും അള്ളാഹു വിദൂരമാക്കട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും നമ്മളെയും അള്ളാഹു വിദൂരമാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലദീ വലക്കും ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.